ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമൂഹത്തിൽ നമ്മൾ പലതും കാണും, കുടുംബത്തിൽ പലതും കാണും. അവിടെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വലുതാണ്. തെറ്റ് കാണുമ്പോൾ മൗനിയായി നിൽക്കുക എന്നത് വലിയൊരു തെറ്റാ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. ആ വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമ്മുടെ ശരീരത്തോടാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം സ്വന്തം നഫ്സിനെ നരകത്തിലേക്ക് വിടാതെ നോക്കല. അള്ളാഹു നമുക്കത് നിർവഹിക്കാനുള്ള ഭാഗ്യം തരട്ടെ. നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ളടത്ത് പലപ്പോഴും നമ്മൾ തെറ്റല്ലാതെ വിചാരിച്ച് ചെയ്യുന്നത് പലതും തെറ്റാണ്. ഉദാഹരണം, ഗീബത്ത് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കല്, മറ്റേ ആളെ കൊണ്ട് ഗീബത്ത് പറയാനുള്ള പ്രചോദനം കൊടുക്കലും നമ്മളതിൽ പങ്കാളിയാവില്ല. നേരെ മറിച്ച് അവൻ പറഞ്ഞു വരുന്നത് തെറ്റാണെങ്കിൽ അത് വേണ്ട. ഒരാള് കളവ് പറയാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ നമ്മൾ അതിന് കൂട്ടു നിൽക്കേണ്ടി വരുന്നു വന്നാൽ അത് വേണ്ട കേട്ടോ, നോണ പറഞ്ഞിട്ട് വേണ്ട, അതൊക്കെ ചെറിയ കാര്യമായിട്ട് തോന്നിപ്പോവാ. ഇപ്പൊ ലോൺ എടുത്ത് സഹായിക്കാം, കൂലി കിട്ടൂലെന്ന് ഓർത്താ ലോൺ എടുത്ത് സഹായിക്കാം. എന്റെ ആധാരം ഞാൻ അവന് കൊടുത്തു. എന്തേ? അവര് കഷ്ടപ്പെടണ കണ്ടപ്പോ പാവം തോന്നി, പടച്ചോൻ എന്നെ സഹായിക്കൂല, ഞാൻ അവനെ സഹായിക്കല്ലേ. എന്തിനാ നിന്നെ പടച്ചോൻ സഹായിക്ക? പലിശക്ക് പണം എടുക്കാൻ വേണ്ടി സഹായം ചെയ്തതിനോ? അങ്ങനെ ചില ആൾക്കാരുടെ പണയം വെക്കാൻ കൊടുക്കും. അത് അയൽവക്കത്തുള്ളവർക്ക് മാത്രമല്ല, സ്വന്തം ഭർത്താവിന് കൊടുത്താലും. അങ്ങനെ ഒരു മുതൽ ഇവിടെയില്ല, പണയമില്ല. സ്വർണപ്പണയത്തിന് വേണ്ടി അതൊരു പുണ്യകർമ്മമാണെന്ന് കരുതി കൊടുക്കുന്നവരുണ്ട്. ലോൺ വെക്കാൻ വേണ്ടി ആധാരം കൊടുത്ത് സഹായിക്കുന്നവരുണ്ട്. അതൊരു സഹായമല്ല, അതൊരു വലിയ തെറ്റാണെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി ഫകുല്ലു മൻ ശാഹദ മുൻകറാ മിൻ അഹദിൻ വലം യൻഹഹു ഫഹുവ ശരീകു ലഹു ഫീഹി. ഏതൊരാളും ഒരു തെറ്റിന്റെ അകത്ത് പെട്ടുപോയി അതിൽ മൗനിയായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, എതിർത്തതേയില്ല, എന്നാൽ ആ തെറ്റിൽ അവൻ പങ്കാളിയെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഗസ്സാലിയുടെ ഇഹ്യാഉൽ കലാം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരിക്കൽ ഒരു നാട്ടുകാരെ അല്ലാഹു ശിക്ഷിച്ചതിന്റെ ചരിത്രം പറയാ. ഒരു നാട്ടുകാരെ അല്ലാഹു ശിക്ഷിച്ചു. ഉദ്ദിബ അഹ്ലു ഖറിയത്തിൻ ഫീഹാ 18,000 അമലുഹും അമലുൽ അംബിയാ. നബിമാര് അമല് ചെയ്ത പോലെ അമല് ചെയ്ത 18,000 ആളുകളുള്ള ഒരു നാട്, 18,000 ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്. ആ 18,000-ഓളം വരുന്ന അവിടെ ജനസംഖ്യയിലോ ജനങ്ങൾ മുഴുവനും അമ്പിയാക്കളെ അമല് ചെയ്യുന്ന പോലെ അമല് ചെയ്തു പോന്നവരാ. അമലിൽ കുറവില്ല. ആ നാട്ടുകാരെ ഒരാളെപ്പോലും വിടാതെ അല്ലാഹു ശിക്ഷിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. 18,000-ഓളം വരുന്ന ആളുകൾ, അവർ മുഴുവനും അമ്പിയാക്കളെ അമല് ചെയ്ത പോലെ ചെയ്തു. ഒരാളെപ്പോലും അല്ലാഹു വെറുതെ വിട്ടില്ല, എല്ലാരെയും അല്ലാഹു ശിക്ഷിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, കൈഫ യാ റസൂലല്ലാഹ്, എങ്ങനെയാ നബിയെ പദങ്ങൾ സംഭവിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലം യകൂനു യഗ്ദബൂന ലില്ലാഹി വലാ യഅ്മുറൂന ബിൽ മഅറൂഫ് വലാ യൻഹൗന അനിൽ മുൻകർ. പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി തെറ്റ് കണ്ടോടത്ത് അവർ കോപിക്കാൻ നിന്നില്ല. ഞാൻ എന്തിനപ്പ, എനിക്ക് ആവശ്യമില്ലാണ്ട് അവരോട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവരെന്തിനും കാണിച്ചോട്ടെ. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളുണ്ട്. ഒരു വിചാരണ നിർബന്ധമാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച്. ഞാൻ കണ്ണടച്ച് എന്തിനായിക്കോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ചിലരുണ്ട് വർഷാവസാനം വരുമ്പോ, ഓണം വരുമ്പോ, ന്യൂ ഇയർ വരുമ്പോൾ തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളിക്ക് പണം കൊടുക്കും. നീ ചായ കുടിച്ചോടാന്ന് പറഞ്ഞ്. ഇവനറിയാമോ കൊണ്ടുപോയി ചായ അല്ല കുടിക്കണേന്ന്.
എന്നാലും കണ്ണടയ്ക്കും. ആരെ ബോധിപ്പിക്കാൻ? റബ്ബിനറിയാം നീ കള്ളു കുടിക്കാനാ കാശ് കൊടുത്തതെന്ന ബോധത്തോടു കൂടെ തന്നെയാ നീ ചെയ്തതെന്ന് അള്ളാഹ്ക്കറിയാം. ആരെ പറ്റിക്കാൻ? അതാണ് പറഞ്ഞത്, നമ്മെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നോടത്ത് നമ്മൾ ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ്. ചില തെറ്റുകൾക്ക് നമ്മൾ മൗനസമ്മതം കൊടുക്കാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അത് വലിയ തെറ്റാണെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി. 18,000-ഓളം വരുന്ന ജനങ്ങൾ അമ്പിയാക്കളെ പോലെ അമല് ചെയ്തവർ നശിച്ചുപോയി. അവരെ അള്ളാഹു ശിക്ഷിച്ചതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ തെറ്റും തിന്മയും വേണ്ടപ്പെട്ടവർ ചെയ്യുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നു എന്നതാണ്. അത് പ്രതിരോധിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാ. അത് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രതികരിക്കേണ്ടോടത്ത് പ്രതികരിക്കണം. قال موسى عليه السلام يا ربي أي عبادك أحب إليك. ഒരിക്കൽ മൂസാ നബി അല്ലാഹുവോട് ചോദിച്ചു, ഇമാം ഗസാലി രേഖപ്പെടുത്തുന്ന, പടച്ചോനെ, നിന്റെ അടിമകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമാരായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, നിന്റെ അടിമകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമാരായാണ്? അല്ലാഹു പറഞ്ഞു, അല്ലദീ യതസറഉ ഇലാ ഹവായ കമാ യതസറഉ അൻ-നസ്റു ഇലാ ഹവാ. പരുന്ത് അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുന്ന പോലെ അള്ളാഹുവിന് ഇഷ്ടമേത് എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് ഉയർന്നു വരുന്ന മനുഷ്യനാരോ, വേഗത്തിൽ വരുന്നവനാരോ, അവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അല്ലാഹ് മൂസ നബിയോട് പറയുകയാണ്. ഒരു ഉദാഹരണം, നമ്മളൊരു കല്യാണത്തിന് പോയി, റിസപ്ഷനാണ്, വൈകുന്നേരം. അപ്പോഴുണ്ട് മഗ്രിബ് ബാങ്ക് വിളിക്കാൻ നേരമായി. വെറുതെ അവിടെ ആരും വന്നിട്ടില്ല. അപ്പോഴുണ്ട് നമ്മുടെ താല്പര്യം 4 ആളെ കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നല്ലേ? അല്ല, ബാങ്ക് വിളിക്കലോടുകൂടെ വേഗം പോയി നിസ്കരിച്ച് വന്നാൽ ആദ്യം ആ പണി അങ്ങ് കഴിച്ചു വെക്കാം. അങ്ങനെ ഏത് പടച്ചവനുമായി ബന്ധപ്പെട്ട ആ ജോലി ആദ്യം ആ ഡ്യൂട്ടി ഞാൻ ആദ്യം നിർവഹിച്ചു വെക്കാം. അങ്ങനെ റബ്ബിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേഗത കൂട്ടുന്ന ആള് ആരോ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് അല്ലാഹ് പറയുകയാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാമിനോട്. മാത്രവുമല്ല, എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വല്ലദീ യഖ്ലിഫു ബിഇബാദിസ് സാലിഹീൻ. എന്റെ അടിമകളിൽ നല്ല മനുഷ്യന്മാരുണ്ട്, അവരിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നല്ലോരുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരെനിക്ക് നല്ല ഇഷ്ടം. അള്ളാഹു പറയാണ്, നല്ല മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂടെ കൂടാനും അവരുടെ സമ്പർക്കത്തിൽ പെടാനും ആഗ്രഹിച്ച് അവരെ പോലെ ആവാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഏതുപോലെ ഉമ്മാന്റെ മാറിടത്തിലേക്ക് ഒരു കുഞ്ഞിളം പ്രായക്കാരൻ സന്തോഷത്തോടുകൂടെ മുഖം തിരിക്കുന്ന പോലെ ഈ ഹറാമിയത്തൊന്നും എനിക്ക് കാണണ്ട. അതേ പള്ളി പോയിരുന്ന കുറച്ച് ദിക്റുള്ള നല്ല മനുഷ്യന്മാരുണ്ട് അവിടെ. അല്ലെങ്കിലോ ഈ കൂട്ടുകെട്ടിൽ ഞാൻ സമയം ചെലവ് ചെയ്യില്ല, റബ്ബിന്റെ ഇഷ്ടം അന്വേഷിച്ചു നടക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂടെ ഞാൻ കൂടൂ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പോരുന്ന ആളുകൾ. ഇത് നമുക്ക് പറ്റിയ പാർട്ടിയല്ല കേട്ടോ. ശരിയാവില്ല, എങ്ങനെയും ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി. അങ്ങനെ ധൃതി വെച്ചുകൊണ്ട് ഉമ്മാന്റെ മാരടത്തിന്റെ മധുരന്നുകരാൻ കുഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് മുഖം തിരിക്കുന്ന പോലെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ കൂടാൻ വേണ്ടി മുഖം തിരിച്ചു പോരുന്ന ആള് ആരോ അവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്ന് അള്ളാഹു മൂസാ നബിയോട് പറയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഗസാലി തന്നെ വീണ്ടും രേഖപ്പെടുത്തുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു,
ഹൽ മിൻ ജിഹാദിൻ ഗൈരി ഖിതാലിൽ മുശ്രിക്കീൻ. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കീങ്ങളുമായി പലപ്പോഴും നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതല്ലാത്ത വല്ല ജിഹാദും വേറെ ഉണ്ടോ നബിയെ എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം യാ അബൂബക്കർ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അതെ അബൂബക്കറെ, ഉണ്ട്. മുശ്രിക്കീങ്ങളുമായി നമ്മൾ യുദ്ധം ചെയ്തതിനേക്കാളും കടുപ്പത്തിലുള്ള യുദ്ധങ്ങൾ വേറെ ഉണ്ട്. ഏതാണെന്നറിയുമോ? ഇന്നലില്ലാഹി തആല മുജാഹിദീന ഫിൽ അർദ് അഫ്ളലു മിനശ് ശുഹദാ. യഥാർത്ഥ ശഹീദന്മാരെക്കാളും മഹത്വം കൂടിയവർ, ശ്രേഷ്ഠത കൂടിയവർ, അങ്ങനത്തെ കുറെ ശുഹദാക്കൾ ഈ ഭൂമിയിൽ അല്ലാഹുവിനുണ്ട്. യഥാർത്ഥ പോരാളികളുണ്ട്, റബ്ബിന് വേണ്ടി ഷഹീദായ മഹാന്മാരുണ്ട്. അവർ അള്ളാന്റെ മുന്നിൽ ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ജീവിച്ചിരിക്കുന്നവരാ. അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്നവരാ. അഹ്യാഅം മർസൂഖിൻ, അവർ ഭക്ഷണം കിട്ടി സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ. ആ മഹാന്മാരായ ശുഹദാക്കളെക്കാളും ശ്രേഷ്ഠരായ ശുഹദാക്കൾ ഭൂമിയിലുണ്ട്. അവർ ഭൂമിയിൽ യുദ്ധം ചെയ്യുന്നവരാണ്. അവർ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയെന്നറിയുമോ? ഭൂമിയിൽ അവരുടെ യുദ്ധം യംസൂന അലൽ അർദി യുബാഹി ലില്ലാഹി ബിഹിം മലായികത്തുസ് സമാഇ വതസയ്യനു ലഹും കമാ വതസയ്യനു ലഹുമുൽ ജന്നത്തു കമാ തതസയ്യനത് ഉമ്മു സലമത ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ അങ്ങനെ കുറെ ഷഹീദന്മാരുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നവരാ. മരിച്ചുപോയ ഷഹീദന്മാരെക്കാളും ശ്രേഷ്ഠത കൂടിയത് ഭൂമിയിൽ ആ ഷഹീദന്മാർക്ക്. അവരാണ് യഥാർത്ഥ പോരാളികൾ. അവരെ കാണുമ്പോൾ മലക്കുകൾ സന്തോഷിക്കുന്നു, അള്ളാന്റെ മുന്നിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അങ്ങനത്തെവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവർക്ക് വേണ്ടി സ്വർഗം അണിഞ്ഞൊരുങ്ങും, അവർക്ക് വേണ്ടി സ്വർഗം ചമഞ്ഞൊരുങ്ങും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഹബീബിന്റെ മുന്നിൽ ചമഞ്ഞൊരുങ്ങിയ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു സലമ ഹബീബിന് വേണ്ടി ചമഞ്ഞൊരുങ്ങിയതിനേക്കാളും മനോഹരമായി ഈ മഹാന്മാർ സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി സ്വർഗം ചമഞ്ഞൊരുങ്ങുമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനത്തെ കുറെ ആളുകൾ ഭൂമിയിലുണ്ട്. അവരാണ് ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുശ്രിക്കീങ്ങളോടുള്ള യുദ്ധം പോലെയല്ല. അവരാരാണെന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവേശം കൂടി അവരെ കുറിച്ച് അറിയണം. മൻഹും യാ റസൂലല്ലാഹ്, നബിയെ അവരാരാ? അവരാരാണ് നബിയെ? അല്ലാമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽ മുഹിബ്ബൂന ഫില്ലാഹ് വൽ മുഖ്ദിബൂന ഫില്ലാഹ്. നല്ലത് ചെയ്യാൻ വേണ്ടി ആളുകളോട് പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ മനസ്സുള്ളവരുണ്ട്. നമ്മൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടുകാരി സഹോദരിമാരോടാ പറയുന്നത്. അവൾ എപ്പോഴും വർത്താനം പറയാൻ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഇന്നും വന്നു അവൾ. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ലോഹർ നിസ്കരിച്ചത് അസ്ർ വാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പാ. ഇന്നലെ അവള് പറഞ്ഞു, സന്തോഷത്തോടുകൂടെ അവളോട് പറയണം, മോളെ നീ ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞു, ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. എന്തുകൊണ്ടാ നിനക്ക് ഇങ്ങനെ വൈകിയത്? ഒന്നുമില്ല, അങ്ങനെ എല്ലാം ചെയ്തപ്പോ അങ്ങനെയായി. പാടില്ല. അവല് വക്കത്ത് ലോഹർ വാങ്ക് വിളിക്കുന്ന നേരത്ത് നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലോ? അതെങ്ങനെ എത്താ? ഞാൻ കുറെ ദിവസമായിട്ടാണ് നോക്കി. പറ്റും മോളെ, ഞാൻ ഇന്ന് പറയുന്നത് നാളെ ചെയ്തിട്ട് നാളെ വൈകുന്നേരം ഇതുപോലെ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. പറയുമ്പോ നമ്മളും ചെയ്യണം. നമുക്ക് അനുഭവം ഉണ്ടായാലും നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ ഇങ്ങനെ ആയിരുന്നു ആദ്യങ്ങളിലൊക്കെ, പിന്നീട് ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചപ്പോ എനിക്ക് സമയത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞു മോളെ, അതുകൊണ്ട് നീ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു നന്മ അവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പൊ പിറ്റേന്ന് വൈകുന്നേരം കണ്ടില്ലേ ഒന്ന് ചെല്ല. അല്ല നീ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരം കിട്ടിയില്ല. അല്ല ഒന്ന് വാങ്ക് വിളിച്ചപ്പോ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറിയിട്ട് കഴിഞ്ഞപ്പോ അതൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോ കുറച്ച് സമയമൊക്കെ അതുകൊണ്ട് ഇന്നിപ്പോ ഇത്തടുത്ത് വരാൻ. അതായത് ടൈം ടേബിൾ ആകെ തകിടം മറിഞ്ഞു.
ഇന്നലെ പഴയ ടൈം ടേബിളിൽ വന്നുകൊണ്ട് ആശ്രയിഞ്ഞ് കാണാൻ പറ്റിയത്. ഇന്നലെ നിർദ്ദേശം കൊടുത്തു, നീ ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞു. ഇന്ന് തിരുത്തിയപ്പോ ടൈം ടേബിൾ മാറിയപ്പോ എന്തായി? ഇന്നലത്തെ കാഴ്ച പോലെ ഇന്ന് കാഴ്ച ഉണ്ടായില്ല, കൂടിക്കാഴ്ച ഉണ്ടായില്ല. നന്മ കൽപ്പിച്ചാൽ അവര് ഭൂമിയിലെ ഷഹീദന്മാരാ. മറ്റൊരാളെ കൊണ്ട് നന്മ ചെയ്യിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, മറ്റൊരാളെ കൊണ്ടൊരു 100 ദിക്ർ ചൊല്ലിക്കാൻ നമ്മുടെ വാക്ക് പ്രയോജനപ്പെട്ടാൽ, ഒരു 100 സ്വലാത്ത് ചൊല്ലിയത് നമ്മൾ പറഞ്ഞിട്ടാം. എന്നാൽ നമ്മൾ ഭൂമിയിൽ യുദ്ധം ചെയ്തവനെ പോലെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഇൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ എന്റെ ഈ വിരല് ചലിച്ചത്? ആലോചിക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയാണോ എന്റെ നാവ് ചലിച്ചത്? അള്ളാഹുവിന് വേണ്ടിയാണോ ഞാൻ അവിടെ സംസാരിച്ചത്? അള്ളാഹുവിന് വേണ്ടിയാണോ ഞാൻ പണം ചെലവ് ചെയ്തത്? റബ്ബിന്റെ പൊരുത്തം എനിക്കുണ്ടാവോ? ഇങ്ങനൊരു വിചാരണ, സ്വയം വിചാരണ. ഇതാ ഒരു മനുഷ്യനെ നന്നാക്കുന്ന ഏറ്റവും വലിയ അധ്യാപകൻ, സ്വയം വിചാരണ. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ആകുമ്പോ ഗുണമുണ്ടാവില്ല. ഇസ്രായേലി സമൂഹത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാള് ഷിർക്കിനെതിരെ ഒരുപാട് പടപൊരുതിയ ആളാണ്. അയാൾ ഒരു ആബിദായിരുന്നു, പടച്ചോനെ പേടിച്ച് ജീവിച്ചാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ കഥ പറയുന്നുണ്ട് സുബ്ദത്തുൽ വാഇദിൻ, അതുപോലെ തന്നെ പല ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഇസ്രായേലി സമൂഹത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മനുഷ്യന്റെ കഥ പറഞ്ഞു തരികയാണ്. അയാൾ അറിഞ്ഞു, അയാളുടെ നാട്ടിൽ ഒരു ഭാഗത്ത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ആളുകൾ പൂജ നടത്തുന്നു. ഒരു മരത്തിനെ, ഒരു വൃക്ഷത്തെ ജനങ്ങൾ ആരാധിക്കുന്നു. ഇത് ഈ മഹാൻ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ചെന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി. ആ മരത്തിന്റെ ചോട്ടിൽ ആരാധന നടത്തുന്നവരൊക്കെ വിളിച്ച് ചൂടായി വിരട്ടി ദേഷ്യപ്പെട്ട് എല്ലാരും ഓടിച്ചു പറഞ്ഞു വിട്ടു. എല്ലാരും പോയെന്ന്. എന്നിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു, ഇതിങ്ങനെ ഇവിടെ നിന്നാൽ ഇനി നാളെയും വരും ആളുകള് അല്ലേ? അപ്പൊ എന്താ ഇനി പരിഹാരം? വെട്ടിക്കളയണം. അയാള് വീട്ടിലേക്ക് പോയി. അയാള് വീട്ടിൽ പോയി കോടാലി എടുത്തു കൊണ്ടുവന്നു. നടന്നു വന്നാ പറ്റുള്ള, വേഗം വരണം. ഈ മരം മുറിക്കാൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ കോടാലിയുമായി അയാളുടെ കുതിരപ്പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത്, കഴുതപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു വരുമ്പോ എന്തിനാ വേഗം എന്തിനാ ഇത് മുറിക്കാൻ? അപ്പോഴുണ്ട് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇബ്ലീസ് വന്ന് ഇയാളുടെ മുന്നിലെത്തി. വഴിയിൽ വെച്ച് കണ്ടു. മനുഷ്യരൂപത്തിലാണ് ഇബ്ലീസ്. ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വേഷം മാറി വന്നു. ഈ മഹാന്റെ വഴിയിൽ വെച്ച് കണ്ടു. എന്നിട്ട് ചോദിച്ചില്ല, അയിനത്തദ്ഹബല, എവിടേക്കാ പോവാം? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നത് ഇലാ ശജറത്തിൻ തുഅബദു മിൻ ദൂനില്ലാഹ്, ജനങ്ങൾ ആരാധിക്കുന്ന വൃക്ഷത്തെ മുറിക്കാനാ പോകുന്നത്. ശിർക്കാണ്, ഞാനത് മുറിച്ചു കളയാൻ പോവാം. അപ്പോ ഇബ്ലീസ് അയാളോട് ചോദിച്ചു. ഇബ്ലീസ് അന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ, വേഷം മാറി വന്നിരിക്കാം. ഇബ്ലീസ് ആ മനുഷ്യനോട് ചോദിച്ചു, നിനക്കതിന് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയും, അതിനുള്ള ചങ്കുറപ്പുണ്ട്. അപ്പോൾ ഇബ്ലീസിനോട് അയാൾ വീണ്ടും പറയുകയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ എടുത്ത ഒരു കരാറാണ്, അത് മുറിച്ചേക്കാം റബ്ബേ, ഇനി അതവിടെ ആവർത്തിക്കില്ല. എന്റെ റബ്ബിനോട് ഞാൻ കൊടുത്ത വാക്കാണ്, ഞാൻ അത് മുറിക്കാതെ പറ്റൂല. ഇബ്ലീസ് പറഞ്ഞു, മാലക വലഹാ ദഇ ഖതഅഹാ, അങ്ങ് പോട്ടേനെ, കണ്ണടച്ചേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തെറ്റ് കണ്ട അത് പോട്ടെ, നമ്മളിപ്പോ അത് നോക്കണ്ട, നമ്മളെ കാര്യം നോക്കിയത്. നിങ്ങൾക്ക് എന്തൂട്ടാ പറ്റിയത്? ആ മരം അവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് പോകേണ്ട വലിയ ഷർറൊന്നുമില്ലല്ലോ, അത് മുറിക്കണ്ട, തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. ഈ മനുഷ്യൻ തിരിച്ചു പോവോ? ഇല്ല. അയാൾ പറഞ്ഞു, ഞാൻ മുറിക്കാതെ പോവൂല. രണ്ടുപേരും തർക്കമായി. വേഷം മാറി വന്ന മനുഷ്യന്റെ രൂപത്തിലുള്ള ഇബ്ലീസും ഈ മഹാനും തമ്മിൽ തർക്കമായി, പരസ്പരം അടിയായി. അങ്ങനെ അടിപിടിയിൽ നിൽക്കുമ്പോൾ
3 വട്ടം ഇബ്ലീസിനെ മലർത്തിയടിച്ചു. ഈ മഹാൻ 3 വട്ടം ഇബ്ലീസിനെ മലർത്തിയടിച്ചു. ഇബ്ലീസ് തോറ്റുപോയി. തോറ്റ സ്ഥിതിക്ക് ഇനി ആരോഗ്യം കൊണ്ട് ജയിച്ചെടുക്കൽ കഴിയില്ല. ഈ മഹാന്റെ ഉള്ളിൽ തഖ്വയാ ഉള്ളത്. ഇനി തന്ത്രം പ്രയോഗിച്ച് ഇബ്ലീസ്, അള്ളാഹു ഇബ്ലീസിന്റെ കെണിവലയങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാ. ഇബ്ലീസ് പറഞ്ഞു നീ ഈ മരത്തെ മുറിക്കാതെ ഉപേക്ഷിച്ചു പോയാൽ നിനക്ക് എല്ലാ ദിവസവും 4 ദിർഹം ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ഈ മരം മുറിക്കാതെ നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആ വാക്ക് കേട്ടുകൊണ്ട് തിരിച്ചു പോന്നു. മരം മുറിക്കാതെ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, ഇത് മുറിക്കണ്ട, എന്തിനു കാണിച്ചോട്ടെ, നീ തിരിച്ചു പോയിക്കോ, നിനക്ക് 4 ദിർഹം വെച്ച് എല്ലാ ദിവസവും ഞാൻ തന്നേക്കാം, നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ആണോ? എന്നാ ഇപ്പൊ അവിടെ നടന്നോട്ടപ്പോ എനിക്കെന്താ, അവരുമായി പടച്ചവനായി നമ്മളതിലും ഇടപെടണ്ട, അവരുമായി റബ്ബുമായി നടന്നോട്ടെ, ഞാൻ അതിലിടപെടുന്നില്ല, തിരിച്ചു പോന്നു. ആ സമയം ഇബ്ലീസിന്റെ വഴിക്ക് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായ നിവർത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, നിസ്കാരപ്പായയുടെ അടിയിലതാ 4 ദിർഹം. ഒന്നാമത്തെ ദിവസം കിട്ടി. 2ാമത്തെ ദിവസവും അതുപോലെ കിട്ടി. 2ാമത്തെ ദിവസവും സന്തോഷമായി. 3ാമത്തെ ദിവസവും കിട്ടി. ഫലമ്മ അസ്ബഹ ബഅദ ദാലിക, ഇത് കിട്ടുന്നത് കാലത്ത് തന്നെയാണ് കേട്ടോ, സുബൈക്ക് കിട്ടും. നിസ്കാരപ്പായുടെ അടിയിൽ ഇനി തന്നിട്ട് തപ്പി നോക്കൊന്നും വേണ്ട. ഇബ്ലീസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് 4000 രൂപ, നോക്കിയിട്ട് കാര്യമില്ല. ഇബ്ലീസ് 4 ദിർഹം കൊണ്ടുവന്നു. 3 ദിവസം കൊടുത്തു. 4ാമത്തെ ദിവസം സുബൈക്കനായി നിസ്കാരപ്പായ കുടഞ്ഞിട്ട് നോക്കി, തിരിച്ചിട്ട് നോക്കി. പിന്നെ ഭാര്യനെ വിളിച്ചു നോക്കി, അല്ല ഇതിന്റെ അടിയിലിരുന്ന പൈസ 3 ദിവസം കിട്ടിയ നീ എടുത്തോടി എന്ന് ചോദിക്കൂലോ. ഞാൻ എടുത്തില്ല, നിങ്ങളെ പറ്റിച്ച അങ്ങേര് പോയി ചോദിക്കുക. സ്വാഭാവികമായും മിനിഞ്ഞാന്ന് 4 നാൾ അവൻ എടുത്തു വെച്ച അതേ കോടാലിയും അതേ ഒട്ടകവും അവൻ തയ്യാറാക്കി സുബഹി നിസ്കരിച്ചിട്ട് പോവാൻ. എന്തിനാ? മരം മുറിക്കാൻ. നിങ്ങള് എന്തെങ്ങനെ ഇരിക്കണേ, മനസ്സിലാവണില്ലേ? മരം മുറിക്കാൻ വേണ്ടി പോയി. മരം മുറിക്കാൻ പോകുന്ന നേരത്ത് അന്നും വഴിയിൽ വെച്ച് ഇബ്ലീസ് വേഷപ്രച്ഛന്നനായി കണ്ടു. എങ്ങോട്ടാ പോണത്? ഞാൻ മരം മുറിക്കാൻ പോവാ. ഏത് മരം? അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ഒരു മരമുണ്ട് ഇവിടെ, ആ മരം മുറിക്കാനാ ഞാൻ പോകുന്നത്. നിനക്ക് കഴിയോ? എനിക്ക് കഴിയുമടോ, എനിക്ക് കഴിയുമെന്ന് പറഞ്ഞെന്നാൽ നിനക്ക് കഴിയൂല. തർക്കമായി, 2 പേരും മൽപ്പിടുത്തമായി. 3 വട്ടം മരം മുറിക്കാൻ പോയ മനുഷ്യനെ ഇബ്ലീസ് മലർത്തിയടിച്ചു. 3 വട്ടം ഇബ്ലീസ് അവനെ മലർത്തിയടിച്ചു. അപ്പോഴുണ്ട് ആ മനുഷ്യൻ ഇബ്ലീസിനോട് അത്ഭുതത്തോടുകൂടെ ചോദിക്കുകയാണ്, فقال بأي سبب أنت غالب علي وكنت غالبا عليك قبل. അല്ല മനുഷ്യ, നിങ്ങൾ എന്നെ മലർത്തി അടിച്ചല്ലോ, ഇത് എങ്ങനെ സാധിച്ചു? 3 വട്ടം ഈസി ആയിട്ട് നിന്നെ ഞാൻ മുമ്പ് ഒരു 3-4 ദിവസം മുമ്പ് മലർത്തി അടിച്ചതല്ലേ, എന്നിട്ട് ഇന്ന് നീ എന്നെ തോപ്പിച്ചല്ലോ. എന്താ ഇതിന്റെ ഒരു സിറ്, ഇതിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസാ, നിനക്കറിയോ എന്നെ? ഞാൻ ഇബ്ലീസാണ്. ഞാൻ ഇബ്ലീസാണ്. ഞാൻ അന്ന് നിന്നെ കാണുന്നത് വഴിയിൽ വെച്ച് മരം മുറിക്കാൻ പോകുമ്പോ ഉള്ളിന്റെ ഉള്ളിലുള്ള ഇഖ്ലാസോടുകൂടെ നീ അന്നേരം പോയത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വാഗ്ദാന പൂർത്തീകരണത്തിന് വേണ്ടി പോയവനാ. ഉള്ളിൽ പടച്ച റബ്ബിന്റെ പൊരുത്താ നിനക്കുള്ളത്. അന്ന് ഞാനും എന്റെ പട്ടാളക്കാര് മുഴുവനും ശ്രമിച്ചാൽ ആ സമയത്ത് ഞാനും എന്റെ പട്ടാളക്കാരും നിന്നെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും നിന്നെ കീഴടക്കാൻ കഴിയില്ല. പക്ഷേ പക്ഷെ ഇന്ന് നീ വന്നിരിക്കുന്നത് നിന്റെ നിസ്കാരപ്പായന്റെ താഴെ ആ 4 ദിർഹം കാണാതെ വന്നതിന്റെ പേരിലല്ലേ ഇന്ന് നീ മരം മുറിക്കാൻ പോകുന്നത്? അതെ, അതേലോ.
4 ദിർഹം ഇല്ലാത്തതിന്റെ പേരിലല്ലേ ഇന്ന് പോണേ. അതെ, അങ്ങനെ വരുമ്പോൾ സത്യമായിട്ടും നിന്നെ ജയിച്ചടക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് ഒരു ഉപദേശം തരാം, നീ എന്നോട് ഒരിക്കൽ സഹകരിച്ചവനല്ലേ മുമ്പ്, അതിന്റെ നന്ദിയാണെന്ന് കൂട്ടിക്കോ. ഒരു ഉപദേശം തരാം, വീട്ടിലേക്ക് പോയിക്കോ. ഇല്ല, ഇവിടെ നിന്ന് ഇനി കുസ്തി പിടിക്കാനാണ് നീ വരുന്നത് എങ്കിൽ ശരിക്കും നിന്റെ കഴുത്ത് ഞാൻ മുറിച്ചു കളയും, വേഗം വീട്ടിലേക്ക് പോയിക്കോ. ഇബ്ലീസ് അയാളോട് പറയുകയും അയാൾ മരം മുറിക്കണ്ടെന്ന് വെച്ച് തിരിച്ചുപോയി. ഇവിടെ ഉള്ളിലല്ല, അള്ളാഹു ഉള്ളിലുണ്ടായിരുന്ന നേരത്ത് ആ മനുഷ്യന് അത് കീഴടക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ഇതില്ല, അള്ളാഹു എന്ന ചിന്തയില്ല. ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകുന്നു. അത് നമുക്ക് ബോധ്യമാവണമെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളെ കുറിച്ച് നമ്മളൊന്ന് കണക്ക് കൂട്ടണമെന്ന് കണ്ണടച്ചിരിക്കാം. പടച്ചോനെ, ശരിയാണല്ലോ, ഞാൻ എവിടെ നിൽക്കുന്നത്? ഞാൻ അയാൾക്ക് ആ 10 രൂപ സദക്ക കൊടുത്തത് അത് ഇന്ന ആള് കാണാൻ വേണ്ടിട്ടല്ലേ? പടച്ചോനെ, ഞാനത് ചെയ്തത് എനിക്ക് ദുനിയവിയായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ? എന്റെ ബിസിനസിന്റെ ട്രിക്കല്ലേ, അല്ലാതെ കൂലി കിട്ടണമെന്ന് ഓർത്തല്ല. അത് ഞാനൊരു ബോധിപ്പിക്കലായിരുന്നു. അല്ലാഹ് ഉള്ളിലില്ലാതെ ചെയ്തതൊന്നും അള്ളാഹുവിന് വേണ്ട. ഉള്ളിലില്ലാതെ ചെയ്തതൊന്നും അള്ളാഹുവിന് വേണ്ട. അള്ളാഹു പരിശോധിക്കും നമ്മുടെ അമലുകൾ. അള്ളാഹു പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളെ ബോധിപ്പിച്ചു എന്ന് തോന്നിയതൊന്നും അള്ളാഹുവിന് വേണ്ട. ചിലരുണ്ട് ചെയ്തത് എടുത്ത് പറയും, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് അവിടെ തീർന്നു. ഇനി നാളത്തേക്ക് പ്രതീക്ഷിക്കണ്ട, ഗുണം ചെയ്തു നീ പറയാതിരിക്കാരോടും. കുഴിച്ചിട്ട വിത്തേ ഭൂമിയിൽ വേരോടും. ഒരു വിത്ത് കുഴിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ പോയാൽ അത് പിന്നെ ആരും കാണാനുള്ള അടിയിലുണ്ട്, അതേ വേരോടുള്ളൂ. അല്ലാതെ കുഴിച്ചിടാതെ എല്ലാരും കാണിക്കാൻ വെച്ച വിത്ത് വേരോടൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ അതാ ഉസ്സലമി റളിയല്ലാഹു അൻഹു, വലിയ മഹാൻ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാനവറുകളെ കുറിച്ച്. അതാ ഉസ്സലമി വലിയ തുണി നെയ്ത്തുകാരനാണ്. മഹാനവറുകൾ തുണി നെയ്തു, എന്നിട്ടോ വിൽപ്പനക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുത്തു. അവിടെ ചെന്നപ്പോ വലിയ നെയ്ത്തുകാരനാ, മാർക്കറ്റിലെ വലിയ ഡിമാൻഡുള്ള നെയ്ത്തുകാരനാണ് അതാ ഉസ്സലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ആണ് വന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ കൂടുതൽ ചെക്ക് ചെയ്യണ്ട, അതിങ്ങനെ നല്ല വിലയാണ്. പക്ഷെ അന്നത്തെ കച്ചവടത്തിലെ കച്ചവടക്കാരൻ അതിങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോ അതിന്റെ നൂലുകൾക്കിടയിലെ ഇഴയുണ്ടല്ലോ, അതിന് വലിയ ഗ്യാപ്പ് വന്നിരിക്കുന്നു. അതിന്റെ ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. അതാ ഉസ്സലമയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വില ഇതിന് ഞാൻ തരൂല, കാരണം ഈ പറഞ്ഞ ക്വാളിറ്റി ഇതിനില്ല. അതെന്താ? സൂക്ഷിച്ചു നോക്കിയേ, ഇതിന്റെ ഉള്ളില് വിള്ളലുണ്ട്. ഇത് കേട്ട ഉസ്സലമി റളിയല്ലാഹു അൻഹു വാവിട്ട് കരയാൻ തുടങ്ങി. മഹാനവറുകൾ വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു, കരയൊന്നും വേണ്ട, ഞാൻ കാശ് വന്നേക്കാം, ഇന്ന് കരയൊന്നും വേണ്ട. എടോ, ഞാൻ കരഞ്ഞത് അതിന്റെ പേരിലല്ല. ഞാൻ ഒരുപാട് സൂക്ഷിച്ച് ചെയ്യുന്ന കാര്യമാണ് ഈ വസ്ത്രം നെയ്ത്ത്. എന്നിട്ടും നിന്നെ പോലത്തെ ഒരു മനുഷ്യൻ അതിന്റെ അപാകത കണ്ടെത്താൻ എന്റെ കഴിവിന്റെ പാരമ്പര്യത്തെ എന്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് വരുത്തി തീർക്കാൻ ഒരു സാധാരണ മനുഷ്യനായ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഒരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന എന്റെ അമലുകൾ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ വിചാരണയുടെ നേരത്തെ രാജാതിരാജനായ തമ്പുരാൻ അതിന്റെ ഉള്ളിലെ ഇതുപോലത്തുള്ള വിടവുകളും വിള്ളലുകളും പൊള്ളകളും പൊളിച്ചകളുമെല്ലാം പാളിച്ചകളുമെല്ലാം കാട്ടിത്തരുമ്പോ പരിഹാരമില്ലല്ലോ. ഇത് ഓർത്തതിന്റെ പേരിൽ ഞാൻ കരഞ്ഞതാണെന്ന് മഹാനായ ഉസ്സലമി റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. അമലുകൾ ചെയ്യുമ്പോൾ പാളിച്ചകളില്ലാതെ ഇഖ്ലാസോടുകൂടെ നീ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇത് ഗുണം കിട്ടുമോ ഇല്ലയോ എന്ന് വിചാരിച്ചുകൊണ്ട്, സ്വയം വിചാരണയിലൂടെ ചെയ്യുന്നത് അല്പമാണെങ്കിലും അത് ഗുണപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളില് ഇതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടണം. ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങളാ പറയാം, എന്തെല്ലാം കേൾക്കാം. ഞാനിതിപ്പോ കേട്ടോണ്ടിരിക്കണതിന്റെ പേരിൽ പടച്ചോൻ എനിക്ക് കൂലി തരോ ഒന്ന് ആലോചിക്കാൻ പാടില്ലേ? ഇത് വലിയ കൂലിയുള്ള കാര്യമൊന്നുമില്ല, നമ്മൾ ഇടങ്ങാറാവുള്ളൂ. ഞാൻ കേൾക്കാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പോവാട്ടോ. ഒരു കാര്യം പറയാൻ പോവാ, അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ പറയാം. നമ്മളവിടെ പൊക്കി അത് ഇക്ക വലിയ ആളല്ലേ, അതുകൊണ്ട് ഞാൻ വലിയ ആളാ, പിന്നെ അങ്ങനെ ഇങ്ങനെ കയറി 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 ഇങ്ങനെ പറഞ്ഞു പോവാ. നമ്മൾ എന്താണ് പറയണത്, ആ പറയണോണ്ട് ഗുണമുണ്ടോ? ഇങ്ങനെ ഒരു വിചാരണ. മനസ്സിലൊരു നെയ്യത്തുണ്ട്, പടച്ചോനെ ഇതിന് കൂലി കിട്ടണം, ഞാൻ അതിനായി ചെയ്യണം. അല്ലാഹുവേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അരി കഴുകി വാരി വെച്ചു, വെള്ളം തിളച്ചുകൊണ്ടിരിക്കാൻ ഞാൻ അതിലേക്ക് ഇടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടെയോ ഞാൻ ഏതോ ഒരു വയലിൽ കേട്ടിട്ടുണ്ട്, ഇത് ഞാൻ വേവിക്കാൻ നേരത്തെ ഈ അരി ബിസ്മില്ല അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു അമലായി എന്ന് വിളമ്പി കൊടുക്കണമല്ലോ. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചോനെ ഇത് വിളമ്പി കൊടുത്ത സ്വതക്കയുടെ കൂലി വീട്ടിലിരിക്കുന്ന എനിക്ക് കിട്ടൂന്ന് ഒരു വയലിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ഹബീബ് പറഞ്ഞതാ. പടച്ചോനെ അങ്ങനെ കിട്ടണം. എത്ര അമല് ചെയ്യാൻ പറ്റും നമുക്ക്? പഴയ കാലത്ത് സഹാബികൾ ജീവിച്ചിരുന്നപ്പോ അവർ ചെയ്ത അമല് പോലെയല്ല നമ്മൾ ചെയ്യുന്ന അമലിന് കൂലി കൂടുതലാ. 100 ഷഹീദിന്റെ കൂലി കിട്ടും സുന്നത്ത് മുറുകെ പിടിച്ചാലെന്ന് റസൂലുള്ളാഹി അന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വെച്ചു, ഞങ്ങൾ ഇന്ന് ചെയ്താൽ കിട്ടും, ഇന്ന് കിട്ടൂല, അത് അന്നേ കിട്ടും. അന്നേ കിട്ടൂ എന്ന് പറഞ്ഞോടത്താ ഇപ്പൊ നമ്മൾ നിൽക്കാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നോക്കുന്നത് എവിടേക്കാ? അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കാ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. റവാഹു മുസ്ലിം. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നോക്കുന്നത് രൂപത്തിലല്ല. മഫ്ത ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടോ എന്നല്ല നോക്കൂല, മക്കനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കൂല, തൊപ്പി വെച്ചത് നല്ലതാണോ എന്ന് നോക്കൂല. അല്ലാഹു നോക്കുന്നത് വേഷഭൂഷാദി കാട്ടിക്കൂട്ടലുകളിലല്ല. അല്ലാഹു നോക്കുന്നത് ഖൽബിലാ. അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിലാണ്. അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് കണ്ണിന്റെ ഇമ വെട്ടുന്നത് ഏത് ഉദ്ദേശമാണോ ആ ഉദ്ദേശം അറിയുന്നവനാണ് അല്ലാഹ്. ഖായിനത്തുൽ അയുൻ, കണ്ണിന്റെ ചതിനോട്ടം കാണുന്നവനല്ല. അത് കണ്ടവിടെ സ്ഥിരീകരിക്കും നന്മകളെ അള്ളാന്റെ മുന്നിൽ. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, നന്മ ചെയ്യണ്ട, നന്മ വിചാരിച്ചാൽ തന്നെ ചെയ്ത കൂലിയാ. സയ്യിദുനാ റസൂലുള്ളാഹി. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. റവാഹു തുർമുദി. ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായി. ഒരാളിങ്ങനെ മോളെ കെട്ടിക്കണം എന്ന് പറഞ്ഞ ഒരു സഹായം തേടിയിട്ട് പള്ളിയിൽ പിരിവിന് വന്നതാ. രോഗിയാ, ഒന്നുമില്ല എന്റെ കയ്യില്, എന്റെ മോളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞ രണ്ടാമത്തെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് ഞാൻ ഇവിടെ സഹായം തേടി വന്നപ്പോ അന്ന് നിങ്ങൾ സഹായിച്ചു. ഇന്നും എനിക്ക് മൂന്നാമത്തെ ആളുടെ കല്യാണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടോട് വരണ്ട വന്നു. അപ്പോഴുണ്ട് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, ആ മാസം നമ്മുടെ വാടക കിട്ടിയ കാശ് കയ്യിലുണ്ട്, മക്കളെ അയച്ചു തന്നുണ്ട്, മൊത്തത്തില് റാഹത്തിലിരിക്കാം. അപ്പൊ ആ 500-ന്റെ ഒരു 3-4 നോട്ടൊക്കെ പോക്കറ്റിലുണ്ട്. അപ്പൊ ഈ കാക്ക അങ്ങനെ വാതക്കൊക്കെ പള്ളിയുടെ വാതിലിന്റെ അവിടെയൊക്കെ കഴിഞ്ഞ ആഴ്ചയല്ലേ ഇന്നാളല്ലേ കൊടുത്തത്, ഇങ്ങേർക്ക് ഇതന്നെ പണിയുള്ളൂ. ആവശ്യം പറഞ്ഞു, ഞാൻ 10 ദിവസം കൊടുക്കാം.
അപ്പൊ എന്ത് ചെയ്തു? ഏതായാലും കാശ് കൊടുക്കണില്ല. ഈ കഴിഞ്ഞ ആഴ്ച മുസ്ലിയാർ വഴുതും പറഞ്ഞു എന്ത് പുഞ്ചിരിച്ച സദക്കയുടെ കൂലി കിട്ടുന്നു. അപ്പൊ ഇതിപ്പോ കാശ് കൊടുക്കാണ്ട് കിട്ടുകയും ചെയ്യുക, എന്ത് ചെയ്യാ? ഇങ്ങനെ വിളിച്ചു കാണിച്ചിട്ട് അങ്ങോട്ട് പോവാ, പോക്കറ്റിൽ കാശ് ഉപയോഗിക്കുക. ആ പരിപാടിയല്ല ഈ പറഞ്ഞത്. പുഞ്ചിരിച്ചാൽ സദക്കയുടെ കൂലി കിട്ടുന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തില്ല. എന്റെ അവസ്ഥ വളരെ മോശം. അങ്ങനെ സ്വന്തത്തെ കുറിച്ച് ആത്മാർത്ഥമായി ബോധ്യപ്പെട്ട ഒരാൾ ചിരിക്കുന്നോടത്ത പൈസ കൊടുക്കാതെ സ്വതക്ക പുഞ്ചിരി കൊണ്ട് കിട്ടാം. പൈസ കയ്യിലും വെച്ചിട്ട് ചിരിച്ചു കാണിച്ചിട്ട് സ്വതക്ക കിട്ടൂല. നമ്മുടെ ഉള്ളിൽ കരുതലുണ്ടായാൽ മതി, കൂലി അല്ലാഹ് തരും. ഉള്ളിൽ കരുതലുണ്ടായാൽ മതി, അള്ളാഹു കൂലി തരും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബ് പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സിയ്യാത്ത്. അള്ളാഹു നന്മയും തിന്മയും നിശ്ചയിച്ചവനാ. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ ഫമൻ ഹമ്മ ബിഹസന ഫലം യഅമൽഹാ കതബഹ അല്ലാഹു തബാരക വതആല ഇൻദഹു ഹസനതൻ കാമില. നന്മ ചെയ്യാൻ വിചാരിച്ചാൽ മതി, അള്ളാഹു ഒരു പരിപൂർണ നന്മയുടെ കൂലി വിചാരിച്ചവന് കൊടുക്കും. നന്മ ചെയ്യാൻ വിചാരിക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ 10 ഇരട്ടി കൂലി. 10 നന്മ. നല്ല നെയ്യത്താണ്, നല്ല ആത്മാർത്ഥതയാണ്. എന്നാൽ 10 ഇരട്ടി എന്നത് ഒരു പക്ഷേ 100ലേക്കാ കയറാം. ഇലാ 700, പിന്നെ പോകുന്നത് 700, ഇലാ ദഅഫിൻ കസീറ, പിന്നെ 7000. ഒറ്റ അമലേ ചെയ്തുള്ളൂ, നല്ല ആത്മാർത്ഥമായി. ഏതായാലും ഇങ്ങനെ ആയി, ഇനിയിപ്പോ അത് അങ്ങനെ സദക്ക ആക്ക, അല്ല ഇപ്പൊ എന്ത് ചെയ്യാ? കൂലി കിട്ടാതിരിക്കില്ല. നേരെ മറിച്ച് കുടുങ്ങിയിട്ട് സദക്ക ചെയ്യലല്ല. ഇപ്പൊ പുള്ളി പറയുകയും ചെയ്തു, ഇപ്പൊ ഞാൻ എന്റെ മുന്നിൽ വന്ന് ഇരിക്കുകയും ചെയ്തു, ഇപ്പൊ എന്ത് ചെയ്യോ? കൊടുക്കാതെ എണീറ്റ് പോയ മോശമല്ലേ? എന്തിനാവട്ടെ, ഏതായാലും ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം. പഠിച്ചോനെ ഞാൻ സദക്ക കൊടുക്കാം. ഇപ്പൊ എന്റെ ഉള്ളിൽ വേറൊരു നെയ്ത്തും കൂടി ഉണ്ട്. എന്താ? ഞാനത് കുടുങ്ങിയിട്ടാ കൊടുക്കണേന്നുള്ളത്. അല്ലെ എല്ലാരും പറയുന്ന ആ 3500 അല്ലെ 5000 ഞാൻ കൊടുത്തില്ല, മോശമല്ലേ? അപ്പൊ അത് അങ്ങനെ ആവട്ടെ, എന്തിനാവട്ടെ, കൂലി കിട്ടണമെന്ന് നെയ്യത്തുണ്ട്. പക്ഷെ കൂലി കിട്ടണം എന്നുള്ള നെയ്യത്ത് ശക്തമാകുന്നതനുസരിച്ച്, ആ ശക്തിയുടെ തോതനുസരിച്ച് പ്രതിഫലത്തിന്റെ ഇരട്ടിയിലും മാറ്റം വരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ഹദീസ് കണ്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച നബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, من أحب لله وأبغض لله ومنع لله فقد استكمل الإيمان. ഒരാൾക്ക് ഇഷ്ടം തോന്നി, താല്പര്യം തോന്നി, അവിടെ ചിന്തിച്ചവൻ അള്ളാന്റെ പൊരുത്തവും ഇതിലുണ്ട്. ഒരാൾക്ക് ദേഷ്യം വന്നു, ദേഷ്യം വന്നത് വ്യക്തിപരമല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആ ദേഷ്യം തോന്നിയത്. പടച്ചോൻ എനിക്ക് കൂലി തരും ആ ദേഷ്യം തോന്നിയതിന്റെ പേരിൽ. ഒരാൾ കൊടുത്തു, അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ച്. ഒരാൾ കൊടുക്കാതെ പോയി. കൊടുക്കാതിരുന്നത് എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടൂല, ഞാനത് കൊടുത്താൽ. കൊടുക്കാതിരുന്നു. ഇങ്ങനെ കൊടുക്കല്, വാങ്ങല്, ചിരിക്കല്, സന്തോഷിക്കല്, ചിരിപ്പിക്കല്, ദേഷ്യപ്പെടല്, എല്ലാം ഒരു മനുഷ്യനിൽ അല്ലാ എന്ന തോന്നലോട് കൂടെ ആവൽ എന്നതിൽ എത്തുന്നുവെങ്കിൽ ഇസ്തക്മലൽ ഈമാൻ, ഈമാൻ പൂർണ്ണമായി അതിന്റെ അടയാളമാണിതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ പൂർണ്ണമായോ എന്നറിയാനുള്ള അടയാളമാണിത്. ഇപ്പൊ നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നു അറിയില്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈമാൻ? ഇല്ല. കാലുവേദന എങ്ങനെയുണ്ട്? നല്ലോണം ഉണ്ട്. കൈവേദന എങ്ങനെയുണ്ട്? നല്ലോണം ഉണ്ട്. പനിയും ജലദോഷം നല്ലോണം ഉണ്ട്. ഈമാൻ എങ്ങനെയുണ്ട്? അറിയില്ല. എന്നാലും അറിയാതെ നമ്മൾ പറയും നല്ലോണം ഉണ്ട്. ഇല്ല. എവിടെ എത്തിയെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ അടയാളം പരിശോധിച്ചാൽ മതി. ദേഷ്യം വന്നത് അള്ളാന്റെ പൊരുത്തം കിട്ടാനാണോ കൂലി കിട്ടാൻ വേണ്ടിയാണോ? ആ ഒരു സ്റ്റേജിൽ എന്ന ദേഷ്യപ്പെട്ടാലൊക്കെ കൂലി കിട്ടുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഏതൊരു കാര്യം ഇഷ്ടപ്പെടുന്നുവോ അത് അള്ളാന്റെ കൂലിക്ക് വേണ്ടിയാണ് എങ്കിൽ, ഏതൊരു കാര്യത്തോട് വെറുപ്പ് തോന്നിയോ അത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എങ്കിൽ, ഏതൊരു കാര്യത്തോട് പുച്ഛം തോന്നിയോ അത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ, ഒരു ഹറാമായ കോപ്രായം കാണിക്കുന്നോടത്ത് പോവണ്ട വന്നു പുച്ഛമാ നമുക്ക് തോന്നിയത് പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി തോന്നിയ പുച്ഛമാണ് എങ്കിൽ, ഇത് തന്നെയാണ് ഈമാൻ പൂർണ്ണമായതിന്റെ അടയാളമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ മറ്റൊരു ഹദീസ്, ഇമാം അബൂദാവൂദിന്റെ സുനനിലെ ഹദീസ് കാണാം. ഈ അടുത്ത ഹദീസ് കേട്ടോളൂ. അൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാല ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി ആമ ഹജ്ജത്തുൽ വദാഇ മിൻ വജഇൻ ഇസ്തദ്ദ ബി. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ എനിക്ക് ശക്തമായ രോഗം വന്നിരുന്നു, വല്ലാത്ത വേദനയും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ കാണാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ രോഗ സന്ദർശനത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ആര് പറയാണ്? മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഅദ് ബിൻ അബി വഖാസിനെ കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് ധരിക്കുന്നുണ്ട്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആ സമയത്ത് ഒരു കാര്യവും കൂടി പറഞ്ഞു. മോനെ സഅദേ وإنك لن تنفق نفقة تبتغي بها وجه الله إلا أجرت عليها. എന്തെങ്കിലുമൊക്കെ ചെലവാക്കേണ്ടി വരും. അത് പൈസ മാത്രമല്ല, സമയം ചെലവാക്കേണ്ടി വരും, അതുപോലെ തന്നെ ആരോഗ്യം ചെലവാക്കേണ്ടി വരും, നമ്മുടെ സ്വാധീനം ചെലവാക്കേണ്ടി വരും, സ്നേഹം ചെലവാക്കേണ്ടി വരും, വർത്താനം ചെലവാക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ നിന്നിൽ നിന്നും ചെലവായി പോകുന്നുവെങ്കിൽ അവിടെ അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ നിനക്ക് കൂലിയുണ്ട് കേട്ടോ, പടച്ചോനെ എന്നൊരു ചിന്തയിലാണ് നീ ആ ചെലവാക്കിയതെങ്കിൽ നിനക്ക് കൂലിയുണ്ട്. എത്രത്തോളം? ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന അപ്പകഷ്ണത്തിനും കൂലിയുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പലചരക്കട ചെന്ന് ഉണക്കമീൻ വാങ്ങി, തക്കാളി വാങ്ങി, ഉരുളക്കിഴങ്ങ് വാങ്ങി, അരി വാങ്ങി, എല്ലാം വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങി കൂട്ടലല്ല. പടച്ചോനെ എൻ്റെ മക്കൾ കഴിച്ചാൽ, എൻ്റെ ഭാര്യ കഴിച്ചാൽ, കഴിച്ചതിൽ നിന്നും മിച്ചം വന്നത് എന്തോ ഒന്ന് വീട്ടിൽ വളരുന്ന പൂച്ചക്ക് വെച്ചു കൊടുത്താൽ എനിക്കിതിന് കൂലി കിട്ടൂലോ അല്ലാ, നീ എനിക്ക് കൂലി തരൂലോ അല്ലാ. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചിട്ട് നമ്മളതൊരു അമലാക്കാൻ അങ്ങോട്ട് വിചാരിക്കാം. അങ്ങനെ കുറെ ഒരു ശീലം നമുക്കുണ്ടായി. അങ്ങനെ കുറെ ഒരു 10 ദിവസം നമ്മൾ അങ്ങനെ ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നൊക്കെ അമലാവും. അങ്ങനെ നമ്മളെ പറ്റി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്ന് വിചാരണ നടത്തി നോക്ക്. ഒന്നും കഴിഞ്ഞിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒക്കെ നടന്നിട്ടുണ്ട്. ഈ 10-60 വയസ്സ് വരെ ചെയ്തു, നമ്മൾ 10-40 വയസ്സ് വരെ ചെയ്തു. പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിച്ചില്ല. ആ ഒരു വിചാരണയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ ഇദാ സല്ലല്ലാ ഫിൽ അലാനിയ ഫഅഹ്സന. എല്ലാരും കൂടി നിന്നപ്പോ ഒരാൾ നിസ്കരിച്ചു, നന്നായി നിസ്കരിച്ചു. എല്ലാരും ഉണ്ട് പള്ളിയില്, വീട്ടില്, എല്ലാരും കേൾക്കെ കാണെ. അവൻ നിസ്കരിച്ചപ്പോ നന്നായിട്ട് നിസ്കരിച്ചു. ഇശ നിസ്കാരത്തിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു, ഇശ നിസ്കരിച്ചു, ശേഷം സുന്നത്ത് നിസ്കരിച്ചു, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി, അദ്കാറുകൾ ചൊല്ലി, നന്നായി ദുആയിരുന്നു. ഇശ കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വിത്രൊക്കെ നിസ്കരിച്ചു. എല്ലാം ജനങ്ങൾ കാണേ നന്നായിട്ട് ചെയ്ത അതേ ആള് തന്നെ ആരും കാണാത്ത സന്ദർഭത്തിലും ആരും കാണുന്ന സന്ദർഭത്തിൽ ചെയ്ത പോലെ തന്നെ കാണാത്തപ്പോഴും ചെയ്താൽ അല്ലാഹു പറയും അതെന്റെ ഒരു സത്യസന്ധനായ അടിമയാ, നല്ലോനാണ് അവൻ നല്ല അടിമയാണെന്ന് അല്ലാഹു മലക്കുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം ഇബ്നു മാജഹ് സുനനിൽ ഹദീസ് പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, 2 മുസ്ലിമീങ്ങൾ പരസ്പരം ഒരുമിച്ച് കൂടി തർക്കമായി, തല്ലായി, ഒരാൾ മറ്റൊരാളെ കൊല്ലേണ്ടി വന്നാൽ കൊന്നവനും മരിച്ചവനും നരകത്തിലാ. അപ്പൊ ചോദിച്ചു, കൊന്നവൻ എന്തായാലും നരകത്തിൽ പോവില്ല നബി, മരിച്ചവൻ എന്താ നരകത്തിൽ പോവാൻ കാരണം? മരിച്ചവൻ കൊന്നവനെ കൊല്ലാൻ പ്രേരിപ്പിച്ചവനാ, ഒരു തിന്മ ചെയ്യാൻ കൂട്ടുനിന്നവനാ. ഒരാൾ ഓടി വന്ന് ഒരാളെ കൊന്നു എന്നല്ല പറഞ്ഞത്. 2 തർക്കം കൂടി തല്ലുകൂടി ഒരാൾക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു പോയാൽ മതി. പഠിച്ചു വെച്ചോ, തർക്കങ്ങൾ അഭിമുഖീകരിക്കുമ്പോ വഴക്കാവാതിരിക്കാൻ നമുക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു മാറിക്കൂടെ? ഇക്ക പറഞ്ഞാ ശരി കേട്ടോ, ഞാൻ മറന്നു ഇതാ, പോട്ടെ. അതാ ഞാൻ പറഞ്ഞു ശരിയാന്ന്, ആയിക്കോട്ടെ, ഇരിക്കട്ടെ. നമ്മളൊന്നും അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്താൽ മതി. ഇത് നമ്മുടെ തിന്മകളുടെ വർധനവിൽ നമ്മൾ അറിയാതെ വരുന്ന അബദ്ധമാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, മൻ സമ്മഅ സമ്മഅല്ലാഹു ബിഹി, കേൾപ്പിക്കാൻ വേണ്ടി ചെയ്തു. ആളുകളെ ഇവനെ പറ്റി നല്ലത് പറയണ, പറഞ്ഞൊന്ന് കേൾക്കണം. ജനങ്ങള് ഇവനെ പറ്റി പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി ചെയ്തു. എന്നാൽ അത് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തേക്കും. ഒരു പക്ഷേ ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്തു.
ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്തത് അള്ളാഹു അവന് വേണ്ടി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അവന്റെ നെയ്യത്ത് എന്താ? ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്, ആൾക്കാർ കേട്ടറിയണം ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത്. എന്നോടെ പറഞ്ഞു തരട്ടോ, ഞാൻ ഇത്രയും കൊടുത്തു എന്ന് പറഞ്ഞേക്കു. എന്നാ കൊടുത്തു എന്ന് പറയാ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കേൾക്കേണ്ട കാര്യങ്ങളാണ്. കേൾക്കേണ്ട ഉസ്താദ് അങ്ങോട്ട് എടുത്ത് പറഞ്ഞു ദുആറുന്നോ ഇൻഷാ അല്ലാഹ് 4 ആൾ കേട്ടോട്ടെ, കുഴപ്പമില്ല. കേൾക്കേണ്ട ഇവിടെ ചിലവന്മാർ കേൾക്കേണ്ടതുണ്ട്, കേൾക്കട്ടെ. എന്റെ കട പേര് ആ പേരെന്നെ പറഞ്ഞ അങ്ങോട്ട് ദുആറുന്നോ, ഞാൻ അത്രയും കൊടുത്തു അങ്ങോട്ട് കേൾക്കട്ടെ. അവിടെ ചിലർ കേൾക്കണം, അതിന് വേണ്ടിയിട്ട് തന്നെ അള്ളാഹു അത് കേൾപ്പിക്കും, അള്ളാഹു അത് കാണിക്കും. അല്ലാതെ ആഖിറത്തിലേക്ക് അതുകൊണ്ടൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ. എന്നാൽ കേൾക്കാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, അയാൾ നല്ലൊരു മനുഷ്യനാണ്. എന്തേ? അദ്ദേഹം സുബഹിയുടെ അവ്വൽ ജമാഅത്തിന് പള്ളിയിലുണ്ട്, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്. അദ്ദേഹം ദുഹാ നിസ്കാരവും കഴിഞ്ഞാണ് പള്ളിയിൽ നിന്ന് പോവാതെ പതിവാണ്. ഇങ്ങനെ ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടല്ലട്ടാ സാധു അങ്ങനെ ചെയ്തത്, യാദൃച്ഛികമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചതാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ അവ്വാബി നിസ്കരിക്കൽ പതിവാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതാറുണ്ട്. ഇശായും കഴിഞ്ഞ് അവസാനം പള്ളിയിൽ നിന്ന് പോകുന്നത് അവരാണ്. ആ സഹോദരിയോ അവരെ എത്ര നല്ല ഉമ്മയാണ്, എത്ര ഇബാദത്തുള്ളവരാണ്. ജനങ്ങളെ നമ്മളെ പറ്റി യാദൃച്ഛികമായി പറഞ്ഞു പോകും. നമ്മുടെ നന്മയെ ഒരു പരിധി കൂടുതൽ നമുക്ക് ഒതുക്കി വെക്കാൻ കഴിയില്ല. സ്വാഭാവികമായി പറഞ്ഞു, അതിൽ തെറ്റില്ല. അപ്പൊ നമ്മൾ പറയാറില്ല പലരെയും കുറിച്ച് നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം, ഒരു പ്രകാശമാ, ഒരു സത്യവിശ്വാസി. ആ പ്രകാശത്തെ അടച്ചു പിടിക്കാൻ, മൂടിവെക്കാൻ ഒരു പരിധി വരെ കഴിയും. അത് തന്നെ അതിന്റെ വിസരണങ്ങള്, അതിന്റെ കിരണങ്ങളുമായി പുറത്തു വരെ തന്നെ ചെയ്യും. സത്യവിശ്വാസി എങ്ങനെയാണ്? യാദൃച്ഛികമായി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ജനങ്ങൾ സ്തുതിച്ച് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയത്. ഇപ്പൊ ഞാൻ പറയാണ്, അലിക്കുഞ്ഞിക്ക് എല്ലാ വക്കത്തിനും പള്ളിയിൽ വരുന്ന ആളാണെന്ന് പറഞ്ഞാൽ അത് ഉള്ള കാര്യമാണ്, അതെല്ലാവരും കാണുന്നതാണ്. അദ്ദേഹം അങ്ങനെ എല്ലാവരും പറയാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഒരു ഉദാഹരണം, നമ്മൾ ഒരു നന്മ ചെയ്യുന്നതിൽ യാദൃച്ഛികമായി ജനങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നതാണ്, അങ്ങോട്ട് പോട്ടെ, അതിൽ നമ്മൾ പരിഭവിക്കേണ്ട കാര്യമില്ല. അത് അള്ളാഹു തരുന്നൊരു അംഗീകാരമാണ്. ഈ രീതിയിൽ അള്ളാഹു കാണുന്നു എന്ന രീതിയിൽ നമ്മൾ അമൽ ചെയ്യാ. അള്ളാഹു കാണുന്നു എന്ന രീതിയിൽ അമൽ ചെയ്യാ. യഥാർത്ഥത്തിൽ അള്ളാഹനെ കണ്ടുകൊണ്ട് അമൽ ചെയ്യുന്ന പോലെയാ നീ ചെയ്യേണ്ടത്. നിനക്കതിന് പറ്റുന്നില്ല എന്നറിയാം. അള്ളാഹനെ നിനക്ക് കണ്ടുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവൻ നിന്നെ കാണുന്നുണ്ടേ എന്ന തോന്നലിൽ നീ അമൽ ചെയ്യണമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനെ പഠിപ്പിച്ചു കൊടുത്തു. സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അവസാനിപ്പിക്കുന്നു, ഇബ്നു സീരീൻ എന്ന മഹാൻ, നമ്മളുണ്ടല്ലോ എത്ര ഇഖ്ലാസോടുകൂടെ ഓരോ രംഗങ്ങളും കൈകാര്യം ചെയ്യണം. ഇബ്നു സീരീൻ എന്ന മഹാൻ നെയ്യ് കച്ചവടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ട്രിപ്പ് നെയ്യ് പാക്ക് ചെയ്ത് വെക്കുന്നത് 40 ഭരണിയാണ്. തിരക്ക് പിടിച്ച് ഭരണി ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോഴുണ്ട് 40-ൽ ഒരു ഭരണിയിലേക്ക് എലി ചാടി, എലി വന്ന് ചാടി. അപ്പൊ തിരക്ക് പിടിച്ച് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ചാടിയ ഭരണി ഏതാന്ന് ഇബ്നു സീരീൻ ഇങ്ങനെ നോക്കി. അപ്പൊ അവിടെ ജോലിക്കാരനുണ്ട്, എടാ മോനെ അവിടെ ആ ഭരണിയിൽ എലി ചാടിയോ? ഓ ചാടി. ഏത് ഭരണി? അതാ ആ ഇരിക്കുന്ന 3-ാമത്തെ ഭരണി. പിന്നെ അങ്ങനെ അപ്പൊ ഈ തിരക്ക് പിടിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുക. ഭരണിയിൽ നെയ്യ് ഇങ്ങനെ നിറയ്ക്കാം. അങ്ങനെ ഭരണി ഇങ്ങനെ നിറഞ്ഞു വന്നപ്പോ എല്ലാ ഭരണിയും ഒരുപോലെ ഇരിക്കുക. ഈ 40 നിറഞ്ഞപ്പോ ഏത് നെയ്യിലാ ഇപ്പൊ എലി ചാടിയതെന്ന് അറിയില്ല. ആ ഭരണി ശ്രദ്ധിച്ചോളാൻ പറഞ്ഞതാ, അവനും മറന്നുപോയി. ഇബ്നു സീരീൻ തങ്ങൾ കണ്ടപ്പോ മഹാനവറുകൾക്ക് അത് മനസ്സിലായില്ല. നമ്മളാണ് നല്ല കച്ചവടക്കാരാണ്. ഇപ്പൊ എന്ത് ചെയ്യാ? ചാടി എലി കയറി പോയിട്ടാ, എലിനെ എടുത്ത് കളഞ്ഞാൽ എലി കയറിപ്പോയി, നെയ്യില് ചാടി എലി കയറിപ്പോയി. നമ്മളാണ് എന്ത് ചെയ്യുക? നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ 40 ഒഴിവാക്കിയിരിക്കും. നമ്മൾ വലിയ മഹാന്മാരും നബിയുടെ പേരക്കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലല്ലോ. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കേണ്ട ആ സന്ദർഭത്തില് ആ ഭരണി 40 ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനൊരു കച്ചവടം നമുക്ക് വേണ്ട, അങ്ങനൊരു കച്ചവടം നമുക്ക് വേണ്ട. അതിന്റെ നഷ്ടങ്ങൾ പൊക്കോട്ടെ, ആളുകളെ പറ്റിക്കേണ്ട. കാരണം
ഇത് കണ്ടതാരാ? ഇത് കണ്ടത് അള്ളയാണ്. നമ്മളവനെ കാണുന്നില്ല, പക്ഷേ അവൻ നമ്മെ കാണുന്നു. ഈ 40 ഭരണിയെ കുറിച്ച് എന്റെ അടുക്കൽ 40 വട്ടം ഹിസാബ് നടത്തും. ഒരു പക്ഷേ അവൻ ഞാൻ ആ വിചാരണയിൽ വിയർക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ അല്ല കാണുന്നു, അള്ളാനെ ബോധ്യപ്പെടുത്തുന്നു എന്നൊരു തോന്നലിലൂടെ ഒരു വലിയ കണക്ക് പറയേണ്ട ദിവസത്തിന് മുന്നേ സ്വയം കണക്കെടുത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ ഖബൂലാക്ക് അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരെ റബ്ബേ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങൾ അവർ പറഞ്ഞേൽപ്പിച്ചോ ഞങ്ങൾ മറന്നാലും നിന്റെ അടുക്കലെതിരേഖയല്ലേ അല്ലാഹ്. ഖാദിൽ ഹാജാത്ത് നീയാ, മുദബ്ബിറുൽ ഉമൂർ നീയാണ് റബ്ബേ. അവർക്ക് ഖൈറായത് അടുപ്പിച്ചു കൊടുക്കുക അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുള്ളത് അകറ്റി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാഹ്. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളുടെ വാഹനങ്ങളിൽ നിന്റെ കാവൽ നൽകുക അല്ലാഹ്. വാഹനാപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ആഫിയത്ത് നൽകുക അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട്, നിലനിർത്തണേ അല്ലാഹ്. പൊന്നുമക്കളുടെ പരീക്ഷകളും പഠനവുമെല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ പഠിച്ചു കഴിഞ്ഞ മക്കൾ ജോലിയിലും മറ്റും ശ്രമത്തിലാണ്, നീ വഴികൾ എളുപ്പമാക്കുക അല്ലാഹ്. അർഹമായ പരിഗണന അവർക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പലപ്പോഴായി ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സ്വഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.